ഈ സൂക്ഷിച്ച് ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ ഒരുപാട് ചതിക്കുഴികൾ ഒളിഞ്ഞു കിടക്കുന്ന ഒന്നാണ് അല്ലേ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. നമ്മൾ പോലും അറിയാതെ ആയിരിക്കും നമ്മൾ ചില ചതിക്കുഴികളിൽ പെട്ടുപോകുന്നത്. അത്തരത്തിൽ നമ്മുടെ പെൺകുട്ടികൾ പെട്ടുപോകുന്ന ഒരു ചതിക്കുഴിയെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. എന്നാൽ ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നതാകട്ടെ ഇവിടുത്തെ വലിയ വലിയ ഇൻഫ്ലുവൻസേഴ്സും. എന്തായാലും ഒരു വീഡിയോ കണ്ട ശേഷം നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. കഴിച്ചു എല്ലാം കുറച്ച് മാത്രം. എത്ര നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് തീരെ വിശപ്പില്ലാത്ത കച്ചെന്നല്ല. ഇനി അടുത്ത മനസ്സിൽ വിചാരിക്കുന്ന കാര്യം കൂടെ ഞാൻ പറയാം. അതിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. നമുക്ക് ഇങ്ങനെ ഫുഡ് ബോറടിച്ച് കഴിക്കുന്നതിനൊക്കെ നല്ലത് നമുക്ക് ഫ്രണ്ട് ആപ്പ് യൂസ് ചെയ്യാം. ഫ്രണ്ട് ആപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഒരുപാട് ഫ്രണ്ട്സിനെ കണക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഗ്രൂപ്പ് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഗ്രൂപ്പ് ചാറ്റ് ചെയ്യാൻ പറ്റും. ഗെയിംസ് കളിക്കാൻ പറ്റും സേഫ് ആയിട്ട്. പിന്നെ ഇന്നത്തെ എല്ലാ റോസസും നമുക്ക് റിയൽ മണി ആയിട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റും. അപ്പൊ ലിങ്ക് വേണ്ടവരെ ബയോയിൽ ചെക്ക് ചെയ്ത് നോക്കുക. അതിനകത്ത് ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് വയറൊക്കെ നിറഞ്ഞു. ഇനി സമാധാനമായി ഞാനിന്ന് പോയി കിടന്നുറങ്ങട്ടെ. അത്രേ ഉള്ളൂ. ടാറ്റ. വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ച് സമാധാനമായിട്ട് ഉറങ്ങി വരുമ്പോഴത്തേക്കും നിനക്കുള്ള അടുത്ത വടയും ചായ ഞാൻ തയ്യാറാക്കി വെക്കാം. അല്ല, നല്ല വിശപ്പുള്ള കൊച്ചല്ല, അതുകൊണ്ട് പറഞ്ഞതാ. പിന്നെ അവസാനമായപ്പോ ജാസ്മിൻ ഒരു കാര്യം പറഞ്ഞല്ലോ, നമുക്ക് ഈ ആപ്പിലൂടെ റോസിനെ റിയൽ മണി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഇനി ആരും ഇത് കേട്ടിട്ട് ഇവിടെ റോസിന്റെ കച്ചവടമാണെന്നുള്ളത് വിചാരിക്കേണ്ട കേട്ടോ. എന്തായാലും ആ പോയിന്റ് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളി. ഇവിടെ റോസിനെ നമുക്ക് റിയൽ മണി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപകാരപ്പെടും. അപ്പൊ ഇവിടെ ജാസ്മിൻ പറഞ്ഞു വെക്കണം എന്താണെന്ന് വെച്ചാണെങ്കിൽ, നിങ്ങൾക്ക് ഇവിടെ ഷവായും പിസൊക്കെ കഴിച്ച് ഇങ്ങനെ ബോറടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. ഫ്രണ്ട് ആപ്പ് യൂസ് ചെയ്തോളി. അതിൽ നിങ്ങൾക്ക് കുറെ ഫ്രണ്ട്സിനെ സമ്പാദിക്കാം, കുറെ റോസുകൾ സമ്പാദിക്കാം എന്നൊക്കെയാണ് പറയുന്നത് അല്ലേ. അതൊക്കെ എന്തിനാ പറയണെന്നുള്ളത് ഞാൻ വഴിയെ മനസ്സിലാക്കി തരാം. ഇനി ആരിസ് ക്രിസ്റ്റി എന്ന് പറയുന്ന മറ്റൊരു ഇൻഫ്ലുവൻസറുടെ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം. അത് ഞാൻ എന്റെ ഫ്രണ്ട് ആപ്പിലുള്ള ഫ്രണ്ടിനോട് സംസാരിച്ചോണ്ടിരുന്നതാ. അതല്ലേ ഇപ്പം പ്ലേ സ്റ്റോറിലൊക്കെ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ആപ്പ്. അത് തന്നെയാ. ഈ ലൈറ്റ് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരോട് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് സംസാരിക്കാൻ പറ്റും. അത് കൂടാതെ ഈ ആപ്പ് യൂസ് ചെയ്യുന്ന ഗേൾസിന് ഗിഫ്റ്റ് കിട്ടും. അത് നമുക്ക് റിയൽ മണി ആയിട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റും. ഓപ്പോസിറ്റ് ജെൻഡറിലുള്ളവരോട് സംസാരിക്കാൻ കോൺഫിഡൻസ് ഇല്ലാത്തവർക്ക് ഈ ആപ്പ് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ കോൺഫിഡൻസ് കൂടും. അതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് അറിയോ? വോയിസ് കോൾ, വീഡിയോ കോൾ, അവതാർ ഇമേജസ്, പിന്നെ വോയിസ് വെരിഫിക്കേഷൻ ഉള്ളതിന് 100% സേഫും ആണ്. കൊള്ളാലോ. നീ എന്റെ കോൺഫിഡൻസ് കൂട്ടിനോട് നിനക്ക് ആരുടെങ്കിലും കോൺഫിഡൻസ് കൂട്ടാൻ പറ്റും. ഞാൻ എന്തായാലും ഡൗൺലോഡ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ട്. എന്നാ വേഗം പോയി ഡൗൺലോഡ് ചെയ്യും. എന്നിട്ട് കണ്ട പെൺകുട്ടികളുടെ ഒക്കെ കോൺഫിഡൻസ് കൂട്ടും. എന്താ ആവേശം നോക്കി നിങ്ങള്. ആവേശത്തിന് പിന്നിലൊക്കെ കാരണമുണ്ട്. എന്തായാലും ഇവിടെ 1-2 പോയിന്റ് ആലിസ് ക്രിസ്റ്റി പറഞ്ഞു വെക്കുന്നുണ്ട് അല്ലേ. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഗേൾസിന് ഇവിടെ ഗിഫ്റ്റ് സമ്പാദിക്കാം, അതുവഴി കുറെ പണം സമ്പാദിക്കാം എന്നുള്ളതാണ് അല്ലേ. അതെന്താ ചേച്ചി അങ്ങനെ ഒരു ടോക്ക്? ഗേൾസിന് മാത്രമേ ഇവിടെ ഗിഫ്റ്റ് ഉള്ളൂ, ബോയ്സിന് ഗിഫ്റ്റ് ഇല്ലേ? ഞങ്ങളൊക്കെ എന്താണ് പുളിങ്കുരു കൊടുത്ത് മേടിച്ചതാണോ? അല്ലെ അറിയാത്തോണ്ട് ചോദിക്കാം. ഗേൾസിന് മാത്രം ഒരു ഗിഫ്റ്റ്, അത് എന്ത് മറ്റോടത്ത് ഏർപ്പാടാണ്? സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇവിടെ ബോയ്സിന് ഈ ആപ്പ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പണം അങ്ങോട്ട് കൊടുക്കണം. പക്ഷെ ഗേൾസിനാണെങ്കിൽ പണം അങ്ങോട്ട് കൊടുക്കേണ്ട, പണം ഇങ്ങോട്ട് കിട്ടും. അതാണ് ഈ ആപ്പിന്റെ പ്രവർത്തന രീതി എന്ന് പറയുന്നത്. കൊള്ളാല ഏർപ്പാട്. എന്നാൽ കുറച്ച് പണം സമ്പാദിക്കട്ടെ എന്ന് വിചാരിച്ച് ഗേൾസ് ആയിട്ടുള്ള ആൾക്കാർ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ വരട്ടെ. വീഡിയോ മുഴുവനും കണ്ടിട്ട് തീരുമാനിച്ചോളി ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമോ വേണ്ടയോ എന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് അതാണ് പുള്ളിക്കാർ പറഞ്ഞു വെക്കുന്നത്. ഗേൾസിന് കുറെ ഗിഫ്റ്റ് സമ്പാദിക്കാം, അതുവഴി കുറെ പണം സമ്പാദിക്കാന്ന്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇതിൽ വോയിസ് റെക്കഗ്നേഷൻ ഉണ്ട്, അതുകൊണ്ട് ഇത് സേഫ് ആണ് എന്ന്. അല്ല ചേച്ചി, സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഈ ആപ്പ് വോയിസ് റെക്കഗ്നേഷൻ വെച്ചത്. എന്താ ചേച്ചി, എന്തിനാണ് ഇങ്ങനെ കളവൊക്കെ പറയുന്നത്? എന്തിനാണ് ഇങ്ങനെ കളവും പറഞ്ഞ ആൾക്കാരെ പറ്റിക്കുന്നത്? ഈ ആപ്പ് സേഫ്റ്റിക്കും ഒരു മണ്ണാങ്കട്ടുക്കും വേണ്ടിയിട്ടല്ല വോയിസ് റെക്കഗ്നേഷൻ വെച്ചിട്ടുള്ളത്. ഈ ആപ്പ് വോയിസ് റെക്കഗ്നേഷൻ വെച്ചത് എന്തിനാണെന്ന് വെച്ചാണെങ്കിൽ നിങ്ങൾ ആണാണോ പെണ്ണാണോ എന്ന് ഈ ആപ്പിന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ആണാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾ ഈ ആപ്പിന് പൈസ കൊടുക്കണം. പെണ്ണാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ ആപ്പ് യൂസ് ചെയ്യാം, അതുവഴി ഈ ആപ്പിലൂടെ പണവും സമ്പാദിക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഈ ആപ്പ് വോയിസ് റെക്കഗ്നേഷൻ എന്നുള്ള ഓപ്ഷൻ വെച്ചത്, അതല്ലാണ്ട് സേഫ്റ്റിക്ക് വേണ്ടിയൊന്നല്ല. അങ്ങോട്ട് അടിച്ച് വിട്ടന്നല്ലേ, ഒരു മയത്തിലൊക്കെ തള്ളി ചേച്ചി. എന്തായാലും ഇനി തനി മലയാളി എന്ന് പറഞ്ഞ ഒരു ഇൻഫ്ലുവൻസറുടെ വീഡിയോ കൂടി നമുക്ക് കണ്ടുനോക്കാം. വിഷ്ണു, ഞാൻ പുറത്തു പോയിട്ട് വരേ. ആൾക്കാരെ മീറ്റ് ചെയ്യുക, അവരോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുക, ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. നെതർലാൻഡ്സിലോട്ട് ഷിഫ്റ്റ് ചെയ്ത ഉടനെ ഇപ്പം എനിക്ക് ഇവിടെയുള്ള ഫാമിലിയെ ഞാൻ കണ്ടുപിടിച്ചതും ഓൺലൈൻ വഴി തന്നെയായിരുന്നു. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ആയിരുന്നു പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യാൻ ഞാൻ അന്ന് യൂസ് ചെയ്തിരുന്ന മീഡിയം. ഇന്ന് കാര്യങ്ങൾ കുറച്ചുകൂടെ സിമ്പിളാണ്. നല്ല ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് ഫ്രണ്ട് ആപ്പിലൂടെ കണ്ടെത്താം. പുതിയ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനും അവരോടൊപ്പം ഫൺ ആക്ടിവിറ്റീസ് ചെയ്യാനും ഗ്രൂപ്പ് ചാറ്റ് ചെയ്യാനും ഗെയിം കളിക്കാനും പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഫ്രണ്ട് ആപ്പ്. പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വോയിസ് വെരിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് ഫേക്ക് പ്രൊഫൈൽസിന്റെ എണ്ണം കുറവാണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് FRND ഫ്രണ്ട് സെർച്ച് ചെയ്യാം. ഒപ്പം ലിങ്ക് കമന്റ് സെക്ഷനിൽ പിൻഡാണ്. എപ്പോൾ ഞാൻ ആദ്യമായി ഒരാളെ മീറ്റ് ചെയ്യാൻ പോകുമ്പോഴും വിഷ്ണുവിനുള്ളൊരു സംശയമാണ്, ഇതൊക്കെ സേഫ് ആണോ എന്നുള്ളത്. ഇത് ഓൺലൈൻ അല്ല. നമ്മളിപ്പോ ആദ്യമായിട്ട് ഒരാളെ എങ്ങനെ മീറ്റ് ചെയ്യാനെങ്കിലും എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കണം എന്നുള്ളതൊക്കെ നമ്മുടെ ഒരു വിവേക ബുദ്ധി, ഔചിത്യ ബുദ്ധിയൊക്കെ അനുസരിച്ചിരിക്കുമല്ലോ. അതെനിക്ക് ആശ്രയങ്ങളോട് കുഴപ്പമില്ല. അപ്പൊ ഞാൻ പോയിട്ട് വരാം. ബൈ. ഓക്കെ ബൈ. എന്നാലും ഔചിത്യ ബുദ്ധിയും വെച്ചിട്ട് പണി വാങ്ങിച്ചിട്ട് വാ, അല്ലാണ്ട് എന്താ ഞാൻ ഇതിലൊക്കെ പറയാം. എന്താ ഒരു പ്രൊമോഷൻ അല്ലേ? ഈ പ്രൊമോഷനെ കണ്ടാൽ നമ്മൾ തന്നെ അറിയാണ്ടെങ്കിൽ ഫ്രണ്ട് ആപ്പ് ഇൻസ്റ്റാൾ ആക്കി പോകും. ആ രീതിയിലാണ് പ്രൊമോഷൻ. എന്തായാലും മൊത്തത്തിൽ ഈ ഫ്രണ്ട് ആപ്പുമായി ബന്ധപ്പെട്ട് പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്ന ഓരോ ഇൻഫ്ലുവൻസറും പറയുന്നത് ഇത് ഫ്രണ്ട്സിനെ സമ്പാദിക്കാൻ പറ്റിയ ആപ്പാണ്, അതിനുള്ള ആപ്പാണ് എന്നുള്ളതാണ് അല്ലേ. എന്നാലുള്ളത് പറയാലോ, ഇവരൊക്കെ പച്ചക്കള്ളമാണ് പടച്ചു വിടുന്നത്. പണം സമ്പാദിക്കാൻ വേണ്ടി എന്ത് പച്ചക്കള്ളം പറയാനും കഴിവുള്ള ഇവിടുത്തെ ഇൻഫ്ലുവൻസേഴ്സിന്റെ കഴിവിനെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ. എല്ലാവർക്കും
അത് മതി. അതിന് എന്ത് തോന്നിയ ദിവസം പറയാനും തയ്യാറാണ്. ഇനി എന്താണ് ഈ ആപ്പ്, എങ്ങനെയാണ് ഈ ആപ്പിന്റെ പ്രവർത്തന രീതി എന്ന് മൈ ലൈഫ് സ്റ്റൈൽ ഡയറി ശില്പ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് കേട്ടോക്കാം. ഈ ഒരു ആപ്ലിക്കേഷൻ ജെൻസ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തിലേക്ക് പേയ്മെന്റ് ഇട്ടെങ്കിൽ മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസ കുറേയധികം ഇതിനകത്ത് ഇട്ടെങ്കിൽ, അതായത് 100 രൂപ 200 രൂപ അങ്ങനെയൊക്കെ റീചാർജബിൾ ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ വെച്ച് നിങ്ങൾ പൈസ ഇട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പോയിന്റ്സ് കിട്ടത്തുള്ളൂ. സോ ഇതിലൂടെ മാത്രമേ നിങ്ങൾക്ക് മറ്റുള്ള ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ, ആളുകൾ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് ജെൻഡറുമായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതാണ് സംഭവം. മനസ്സിലായല്ലോ. ഉദാഹരണമായിട്ട് നമ്മൾ പറയാം, നമ്മൾ ഇതിലൊരു 100 രൂപ ഇട്ട് രജിസ്റ്റർ ചെയ്തെന്ന് കരുതാം. അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് കുറെ പെൺകുട്ടികളുടെ ചിത്രങ്ങൾ ഈ ആപ്പ് കാണിച്ചു തരും. നമുക്ക് ഇഷ്ടമുള്ള പെൺകുട്ടികളെ നമുക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് സെലക്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ സെലക്ട് ചെയ്യുമ്പോൾ അവരിലേക്ക് നമ്മൾ കണക്ട് ആകും. ഇവിടെ നമുക്ക് അവരുടെ ഡയറക്റ്റ് ചാറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ വീഡിയോ കോൾ അല്ലെങ്കിൽ ഓഡിയോ കോൾ. അപ്പുറത്തുള്ള ആൾ തയ്യാറാണെങ്കിൽ നമുക്ക് അവരെ വീഡിയോ കോളോ ഓഡിയോ കോളോ ചെയ്യാം. വീഡിയോ കോൾ ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കൂടുതൽ പണം കൊടുക്കേണ്ടി വരും. ഓഡിയോ കോൾ ആണ് ചെയ്യണമെങ്കിലും അത്ര കൊടുക്കണ്ട. ഇനി അപ്പുറത്ത് നിൽക്കുന്ന ഗേളിനെ സംബന്ധിച്ചിടത്തോളം വീഡിയോ കോൾ ആണ് ഓപ്റ്റ് ചെയ്യണമെങ്കിൽ കൂടുതൽ പണം സമ്പാദിക്കാം. ഓഡിയോ കോൾ ആണ് ഓപ്റ്റ് ചെയ്യണമെങ്കിൽ അത്ര പണം കിട്ടൂല. അവർക്ക് അത് തീരുമാനിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാണെങ്കിൽ, നമ്മൾ ഇതിലേക്ക് ഒരു 100 രൂപ അടിച്ചു കഴിഞ്ഞാണെങ്കിൽ അതിൽ നിന്നൊരു 20, 30, 40, 50 രൂപ കമ്പനി കമ്മീഷൻ ആയിട്ട് എടുക്കും. ബാക്കി പൈസ മൊത്തം അപ്പുറത്തുള്ള ഗേളിന് കൊടുക്കും. എന്നിട്ട് നമുക്ക് അവരോട് സംസാരിക്കാം. എന്ത് വർത്താനം വേണമെങ്കിലും സംസാരിക്കാം. അതിനുള്ള സാഹചര്യമാണ് ഈ ആപ്പ് ഒരുക്കി കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ആപ്പ് ഉപയോഗിക്കുന്ന എല്ലാവരും ചുമ്മാ സൊറ പറയാൻ വേണ്ടിയിട്ടും ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുമാണ് ഉപയോഗിക്കുന്നതെന്ന് ആരും വിചാരിക്കേണ്ട കേട്ടോ. പച്ചക്ക് പറഞ്ഞാൽ ഈ ആപ്പിൽ നടക്കുന്നത് ഓൺലൈൻ വേശ്യാലയം, അതല്ലെങ്കിൽ ഓൺലൈൻ പെൺവാണിഭമാണ്. അതല്ലാണ്ട് ഈ പറഞ്ഞ സോക്കോഡ് ഇൻഫ്ലുവൻസേഴ്സ് പറയുന്ന പോലെ ഫ്രണ്ട്സിനെ സമ്പാദിക്കാനുള്ള ആപ്പ് അല്ലത്. ഒന്നുമില്ല, പണ്ടത്തെ ടാങ്കോ ആപ്പ് ഉണ്ടല്ലോ, അതിന്റെ പുതിയൊരു വേർഷൻ. ടാങ്കോ ആപ്പുകാർ അത് അങ്ങനത്തെ ആപ്പാണെന്ന് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യുന്നു. പക്ഷെ ഫ്രണ്ട് ആപ്പുകാർ ഇത് ഫ്രണ്ട്സിനെ സമ്പാദിക്കാനുള്ള ആപ്പാണെന്ന് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യുന്നു. അതുള്ള വ്യത്യാസം. എന്തായാലും ശില്പ പറയുന്നത് ബാക്കിയും കൂടി കേട്ടോക്കാം. ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളുടെയും എന്താ പറയുക, ഫാമിലീസിലൊക്കെ ഇഷ്യൂസ് ഉണ്ടാവാനും അതുപോലെ കുടുംബജീവിതം തകരാനും. മനസ്സിലായല്ലോ. ഈ ആപ്പ് പലരുടെയും കുടുംബ ജീവിതം തകരാൻ കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ ശില്പ പറഞ്ഞു വെക്കുന്നത്. അത്രത്തോളം പുതിയ തലമുറക്ക് ഡേഞ്ചർ ആണ് ഇത്തരം ആപ്പുകൾ എന്ന് പറയുന്നത്. കഴിഞ്ഞില്ല, ഇനി ഈ ആപ്പ് ഉപയോഗിച്ച ഒരു എക്സ്പീരിയൻസ് എന്നോണം അൻറ്റൂസ് വേൾഡ് എന്ന് പറയുന്ന മറ്റൊരു യൂട്യൂബർ അവരുടെ അനുഭവം പങ്കുവെക്കുന്നുണ്ട്. നിങ്ങൾ എന്തായാലും കേട്ടു. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ ഓഡിയോ കോളിലേക്ക് കൊടുക്കുന്നുണ്ട്. വീഡിയോ കോൾ നമുക്ക് കൂടുതൽ പൈസ പ്രൊവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തരുന്നുണ്ട്. പക്ഷെ ഞാൻ ഇതിന്റെ നെഗറ്റീവ് സൈഡ് ഉണ്ടോ അതോ ഇതിന് പോസിറ്റീവ് സൈഡ് മാത്രമേ ഉള്ളൂ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതും യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയത്. അപ്പം ഈ വരുന്ന ആളുകൾക്കെല്ലാം ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർക്കും തന്നെ നമ്മളൊരു ഫ്രണ്ട്ലി ടോക്കല്ല എല്ലാവർക്കും വേണ്ടത്. എല്ലാവർക്കും ഒരു ഓപ്പൺ ടോക്കാണ് വേണ്ടത്. ദാറ്റ് മീൻസ് അറിയത്തില്ലാത്ത കാരണവന്മാർക്ക് വേണ്ടി പറയുകയാണ്, എല്ലാവർക്കും സെക്സ് റിലേറ്റഡ് ടോക്സിനോടാണ് കൂടുതലായിട്ടും താല്പര്യം. എങ്ങനെ ഇരിക്കുന്നു മനസ്സിലായല്ലോ. ഇതിൽ ചെക്കന്മാര് കയറുന്നത് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാനല്ല. വീണ്ടും നിങ്ങൾ മനസ്സിലാക്കിക്കോളി, കമ്പി വർത്താനം പറയാൻ വേണ്ടിയിട്ടാണ് സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള പെൺകുട്ടികളോട്. ഇനി ഇതിൽ പെൺകുട്ടികൾക്ക് പണം സമ്പാദിക്കാനുള്ള ഏക ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? തിരിച്ച് അങ്ങോട്ട് ആൺകുട്ടികളുടെ കമ്പി വർത്തമാനത്തിന് നിന്ന് കൊടുത്തിട്ട് പണം സമ്പാദിക്കലാണ്. അങ്ങനെ ഈ കമ്പി വർത്തമാനത്തിന് നിന്ന് കൊടുത്ത് ആണുങ്ങൾ പണം അടിക്കുമ്പോൾ നമുക്ക് റോസ് ആയിട്ടും പോയിന്റ് ആയിട്ടും പൈസ കയറും. അതാണ് ജാസ്മിൻ നേരത്തെ പറഞ്ഞത്, റോസിനെ നമുക്ക് റിയൽ മണി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇപ്പൊ അതിന്റെ ഒരു കുട്ടൻസ് മനസ്സിലായല്ലോ. അപ്പൊ ഏകദേശം ഈ ആപ്പ് എന്താണ്, ഈ ആപ്പിന്റെ പ്രവർത്തന രീതി എങ്ങനെയാണെന്നുള്ളത് എന്റെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്നിരുന്നാലും ഈ അൻറ്റൂസ് വേൾഡ് കൂടുതൽ അറിയാൻ വേണ്ടി ഈ ആപ്പിനുള്ളിൽ തന്നെ ഇതിലുള്ള ഒരാളോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അവര് പറഞ്ഞ കാര്യങ്ങൾ അൻസു പറയുന്നുണ്ട്. നമുക്ക് കേട്ടോക്കാം. ഒരാള് ഇങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, ഞാൻ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാനോ ഇതെന്താണെന്ന് ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞൊരു കാര്യം വെച്ചാൽ എനിക്കിത് അറിയേണ്ട കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ ഇത് എന്താണ്, ഇത് എന്തുകൊണ്ട് ക്രിയേറ്റ്, കാരണം എനിക്കും 2-3 കുഞ്ഞുങ്ങളുണ്ട്. അവർ ഫ്യൂച്ചറിൽ വളർന്നു വരുമ്പോൾ അവരിത് യൂസ് ചെയ്യുമ്പോൾ ഇതിന് പോസിറ്റീവ് സൈഡ് ആണോ അതോ നെഗറ്റീവ് സൈഡ് ആണോ ഇതിനുള്ളത് എന്ന് എനിക്കറിയണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തത് എന്ന് ഞാൻ അയാളോട് പറഞ്ഞു. സോ അറ്റ് ദാറ്റ് പർട്ടിക്കുലർ മൊമെന്റ് ആ മനുഷ്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ മോളെ ഈ ആപ്ലിക്കേഷൻ ഉള്ള കാര്യം ഞാൻ പറയാലോ, ഇത് നോർമലായിട്ട് ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ഇത് യൂസ് ചെയ്യാൻ ഭയങ്കര മോശമായ ഒരു ആപ്ലിക്കേഷനാണ്. ഇത് യൂസ് ചെയ്യാൻ പറ്റിയല്ല നിങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കൂടുതൽ സെക്സ് ആൻഡ് സെക്സ്വലി റിലേറ്റഡ് ആൻഡ് ഓപ്പൺ ടോക്സിന് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ആപ്പാണ്. അത് കേട്ടപ്പം ശരിക്കും ഞാൻ വണ്ടർ അടിച്ചു പോയി. കാരണം അതിന് അത്രമാത്രം ഹൈലി ഇതായിട്ടാണ് നമ്മുടെ ഫ്രണ്ട് ആപ്പ് ഇപ്പം കയറി വരുന്നത്. ആ ടൈമിലാണ് ഇങ്ങനെ ഒരു ഡ്രോബാക്ക് ഞാൻ കേട്ടത്.
കേട്ടല്ലോ, ഇത് ചെറിയ ഡ്രോബാക്ക് ഒന്നല്ല. ചുരുക്കി പറഞ്ഞാൽ കുൽസിത പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ആപ്പ്. ഇതിനെ മറ്റൊരു രീതിയിൽ കള്ളം പറഞ്ഞുകൊണ്ടാണ് ഇവിടുത്തെ ഇൻഫ്ലുവൻസേഴ്സ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇത് പ്രൊമോട്ട് ചെയ്യുന്നതിന് ഇവർക്ക് 3-4 ലക്ഷം രൂപയാണ് കിട്ടുന്നതെന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. എത്രയാണ് ഒരു വീഡിയോക്ക് 3-4 ലക്ഷം രൂപ? അതാണ് ഇവർ ഇത്ര ആവശ്യത്തിൽ ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്. ഒരു 2-3 വീഡിയോ ചെയ്ത് ആലോചിച്ച് നോക്കി 10-12 ലക്ഷം രൂപ കയ്യിലായി. അതാണ് ഞാൻ പറഞ്ഞത്, പണത്തിന് വേണ്ടി എന്ത് തോന്നിയാസം പറയുന്ന അവസ്ഥയിലേക്ക്, എന്ത് ഉളുപ്പില്ലായ്മ പറയുന്ന അവസ്ഥയിലേക്ക് ഇവിടുത്തെ ഇൻഫ്ലുവൻസേഴ്സ് മാറിയിരിക്കണം എന്നുള്ളത്. ഇത് ഞാൻ ജർണലൈസ് ചെയ്ത് തന്നെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. മുമ്പ് ഇവിടെ ഇൻഫ്ലുവൻസേഴ്സ് ഗാംബ്ലിംഗ് ബെറ്റിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്ത് നമ്മൾ കണ്ടതാണ് പണത്തിന് വേണ്ടിയിട്ട്. ഈ ഗാംബ്ലിംഗും ബെറ്റിംഗ് ആപ്പുകൾ എന്നൊക്കെ പറയുന്നത് ഒരാളെ മാത്രം ബാധിക്കുന്ന വിഷയമാണ് അല്ലേ? പക്ഷെ ഇതൊരു കുടുംബത്തിനെ തന്നെ അങ്ങ് ബാധിക്കുന്ന വിഷയമാണ് ഇത്തരം ആപ്പുകൾ എന്ന് പറയുന്നത്. എന്തായാലും ഈ ആപ്പ് പ്രൊമോട്ട് ചെയ്ത ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ എന്തോ ആയിക്കോട്ടെ, എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്നും ഈ ആപ്പിന്റെ പ്രൊമോഷൻ വീഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്തോളി. അതാണ് നിങ്ങൾക്ക് നല്ലത്. ഇല്ലെങ്കിൽ മുമ്പ് ഇവിടെ ഗാംബ്ലിംഗ് ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്ത ആളുകൾക്ക് ഉണ്ടായ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ, അതേ അവസ്ഥ നിങ്ങൾക്കും വരും. അതിനുവേണ്ടി ഞങ്ങൾ ഏതറ്റം വരെയും പോകും. ഇതൊരു താക്കീതായി തന്നെ കണ്ടോളി. പ്രത്യേകിച്ച് ഇവിടെ ഒന്നും പറയാനില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.